അപ്പൊ നമുക്ക് അടുത്ത പറയാനുള്ളത് ഇതിനെ കുറിച്ചാണ്, നമ്മുടെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പിനെ കുറിച്ചാണ്. മേക്കപ്പ് ആൻഡ് സ്കിൻ കെയറിനെ പറ്റി കുറച്ച് പോയിന്റ്സ് പെട്ടെന്ന് പറയാം. അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒരുപക്ഷെ ബ്രൈഡ്സിനോട് നേരത്തെ തന്നെ വാർണിംഗ് ചെയ്യുന്നതാണ്, നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് ഫേഷ്യൽസ് ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണെങ്കിൽ പോയി ചെയ്യരുത്, പ്രത്യേകിച്ച് വെഡിങ്ങിനോട് അടുക്കുന്ന ദിവസങ്ങളൊന്നും പോയി ചെയ്യരുതെന്ന് പറയും. ബിക്കോസ് പല ആൾക്കാരുടെയും സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. ചിലപ്പോൾ നമ്മൾ പുതിയൊരു പാർലറിലാണ് പോയി നോക്കുന്നെങ്കിൽ പക്ഷേ പ്രോഡക്ട്സ് ഏതാണെന്നും നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. അപ്പൊ ഏത് രീതിയിലാണ് അതിന്റെ എഫക്ട് അവസാനം റിസൾട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത്രയും നാളും ചെയ്ത പ്രിപ്പറേഷനും നമ്മുടെ കോൺഫിഡൻസും ഒക്കെ കൊള്ളാം. ഏറ്റവും നല്ലത് നമ്മൾ പാർലറിൽ പോയിട്ട് നമുക്കറിയാത്ത ഫേഷ്യൽസ് ചെയ്ത് ട്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്കിന്നിന് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് നോക്കി അതിന് ആപ്റ്റായിട്ടുള്ള സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ്. അങ്ങനത്തെ ക്ലിനിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ആപ്റ്റായ കാര്യം മാത്രം ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എക്സ്റ്റേണലി നമ്മൾ സ്കിന്നിനെ എത്ര രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരു 50% നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ആൻഡ് ഇന്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, നല്ല നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അതൊരു പ്രീ വെഡിങ് പ്ലാൻ ആണല്ലോ. പിന്നെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നൊരു കാര്യമാണ്, ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ റേസർ തന്നെ യൂസ് ചെയ്യാൻ നോക്കും. മാക്സിമം തനിയെ അങ്ങനെ റേസർ യൂസ് ചെയ്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രയൽ നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ത്രെഡിങ് പ്രിഫർ ചെയ്യത്തില്ല, ബിക്കോസ് അത് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് ഒരു അൺഈവൻ ആയിട്ടുള്ളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ അൺഈവൻ ലുക്ക്. സോ ബെറ്റർ ഒന്നുകില്ലെങ്കിൽ നല്ലൊരു വാക്സിൻ പൗഡർ, നല്ല ഏതെങ്കിലും ഒരു ആയുർവേദിക് വാക്സിൻ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ഐ തിങ്ക് രാവിലെ അവർ ചെറുതായിട്ട് റേസർ വെച്ച് ആവശ്യമുള്ള ഹെയർ മാത്രം റിമൂവ് ചെയ്തിട്ടാണ് അവർ മേക്കപ്പ് ചെയ്യാറുള്ളത്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പ്രിഫർ ചെയ്യുന്നതാണ് ലെൻസ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നല്ലതായിട്ട് എൻഹാൻസ് ചെയ്ത് നമ്മുടെ ഐസിനെ ഇങ്ങനെ കാണിക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മളോട് പറയും. പക്ഷെ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ ഫസ്റ്റ് ടൈം ആണ് അത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ എനിക്ക് ലെൻസ് ഭയങ്കര പേടിയാണ് വെക്കാൻ. അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം വെച്ചില്ല. എന്നോട് ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കിത് തന്നെ മതി, എനിക്ക് പിന്നെ അത് റിമൂവ് ചെയ്യാനൊക്കെ പേടിയാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് വെക്കാൻ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിൽസ് ഭയങ്കര ഇഷ്ടമാണ്. മിക്കതും എല്ലാ ആൾക്കാരും വെഡിങ്ങിന്റെ സമയമാകുമ്പോഴത്തേക്കും നെയിൽ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ നെയിൽ ആർട്ടോ കാര്യങ്ങളോ ഒക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ അതിന്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നെയിൽ ആർട്ട് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇരിക്കും കുറച്ച് നാളത്തേക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കുറെ പ്രോബ്ലംസ് എനിക്ക് വന്നു. എന്ന് വെച്ചാൽ എന്റെ നെയിൽസിന് ഓൾറെഡി അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു. അതൊക്കെ ഭയങ്കര അതിന്റെ അവർ കുറെ അധികം അതിനിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്കെന്തോ അത് എന്റെ ആ ഒരു ഹെൽത്തിയർ ആയിട്ടിരുന്നൊരു നെയിലിന് ഭയങ്കര അൺഹെൽത്തി ആയി പോയതുപോലൊക്കെ എനിക്ക് തോന്നി. പിന്നെ പെട്ടെന്ന് അത് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, പതിയെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഈ സാധനം റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പോയി തന്നെ റിമൂവ് ചെയ്യണം. ഞാൻ എക്സ്റ്റൻഷൻ അല്ല ചെയ്തത്, ഞാൻ എന്റെ ഓൺ നെയിലിൽ തന്നെ ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അവിടെ പോയി തന്നെ അത് വീണ്ടും റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ യെല്ലോ കളറായിട്ട് ഇപ്പം മഞ്ഞൾ പോലത്തെ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക, അല്ലെങ്കിൽ കളർ പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ വൃത്തികേടായിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ് സാധനം, കുറെ നാളത്തേക്ക് നിൽക്കും കേട്ടോ. അപ്പൊ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചെയ്യാം. ഇനി അതല്ല, അത്രയും അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ അഫോർഡബിൾ റേഞ്ചിൽ തന്നെ പല ബ്രാൻഡുകളുടെ നെയിൽ എക്സ്റ്റൻഷൻസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ വാങ്ങിച്ചിട്ടൊന്ന് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സുഖമായിട്ട് നമുക്ക് നെയിലായിട്ട് പാർലറിൽ പോവാതെ തന്നെ നമുക്ക് അങ്ങനത്തെ നെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കല്യാണത്തിന്. അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹെയറിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മേക്ക് ഓവർ ഒക്കെ വേണമല്ലോ. മെയിൻലി ഹെയറിലോട്ടാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹെയറിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കാം, ഒരു സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള വിർജിൻ ഹെയറിൽ തന്നെ, ട്രീറ്റഡ് അല്ലാത്ത വിർജിൻ ഹെയറിൽ തന്നെ ഹെയർ ഡൂ ചെയ്യുമ്പോഴാണ് ഈ മേക്കപ്പ് ആൻഡ് ഹെയർ ഡൂ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഈസി ആയിട്ട് അവരുടെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാരേജിന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഭംഗിയായിട്ടിരിക്കണം എന്നുള്ള ഇന്റൻഷനിലായിരിക്കും നമ്മൾ പെട്ടെന്ന് പോയിട്ട് സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ ബോട്ടോക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അവരുടെ കയ്യിൽ ഹെയർ കൊടുക്കുമ്പോൾ വളരെ തിന്നായിരിക്കും അങ്ങനത്തെ ട്രീറ്റഡ് ഹെയർ. അപ്പോൾ ഒറിജിനൽ അല്ലാത്ത ഹെയർ കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വെച്ചിട്ട് ഹെയർ ഡൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് വെഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് മേക്ക് ഓവർ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എത്ര മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അന്വേഷിച്ചിട്ടാണെന്ന് അറിയുമ്പോൾ ഫൈനലി എനിക്ക് ഒരാളെ കിട്ടിയത്.
ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ബുക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കിട്ടാൻ. നിങ്ങൾക്ക് നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വെഡിങ് സീസൺ ഒക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വെച്ചോക്കെ ലാസ്റ്റ് മൊമെന്റ് മതിയായിരിക്കും. എനിക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല. ഞാൻ എപ്പോഴാണോ ഇതിനു വേണ്ടിയിട്ട് അവരെ സമീപിച്ചത്, അപ്പോൾ ഞാൻ സമീപിച്ച ഐ തിങ്ക് ഒരു 4-5 പേരോട് ചോദിച്ചപ്പോൾ എല്ലാ ആൾക്കാർക്കും ബുക്കിംഗ് ആയിരുന്നു. അന്ന് ഫുൾ ഫില്ലായിരുന്നു. അപ്പൊ ഞാൻ ആകെ ഇതായി കൺഫ്യൂസ്ഡ് ആയി. കാരണം അപ്പൊ ഒരാളില്ലെങ്കിൽ അടുത്ത ആളെന്നുള്ള രീതിയിൽ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് അവസാനം എന്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് സമീപിച്ചത്. സോ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിടുക എന്നുള്ളതാണ്. ബുക്ക് ചെയ്തിട്ടാൽ മാത്രം പോരാ, അവരോട് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ വേണം. നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽ എന്താണോ അത് അവരുമായിട്ട് കൺവേ ചെയ്യുക, അവരത് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ എല്ലാ പ്രൊഡക്ട്സും ചിലപ്പോൾ പക്ഷെ നമുക്ക് ഓക്കെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മേക്കപ്പ് ബ്രാൻഡ് പ്രൊഡക്റ്റ് എന്തെങ്കിലും നമുക്ക് അലർജിക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവരുമായിട്ട് കൺവേ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കണം. ദാറ്റ് വിൽ അവോയ്ഡ് സോ മെനി പ്രോബ്ലംസ്. എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള ടെക്നിക്സിലും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഉണ്ട്, പിന്നെ കുറെ ടെക്നിക്സുകളുണ്ട്, HD മേക്കപ്പ് അങ്ങനെയൊക്കെ. ഞാൻ വെഡിങ്ങിന് എയർ ബ്രഷ് മേക്കപ്പും എൻഗേജ്മെന്റിന് ഗ്ലാസ് സ്കിൻ മേക്കപ്പും ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എയർ ബ്രഷ് മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ലോങ് ലാസ്റ്റ് ചെയ്തിരിക്കും. എത്ര നേരത്താലും എന്തായാലും രാത്രി വരെ ഈ സാധനം പോകില്ല. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതും എയർ ബ്രഷ് മേക്കപ്പ് ആണ്. നല്ലതാണ്. ചില ആൾക്കാർക്ക് പക്ഷെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല ഭയങ്കര ഗ്ലോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മേക്കപ്പാണ് നല്ല ഇഷ്ടം. പക്ഷെ ഗ്ലാസ് സ്കിൻ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒത്തിരി ചൂടുള്ള സ്ഥലത്താണെങ്കിലും അധികം AC ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലാണ് മാരേജിന്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ ഗ്ലാസ് സ്കിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സ്വെറ്റ് ആകുമ്പോൾ അത് പൊക്കോണ്ടിരിക്കും. അങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ ഐ തിങ്ക് എയർ ബ്രഷ് ആണ് നല്ലത്. പിന്നെ മേക്കപ്പ് എത്ര ഭംഗിയായിട്ടിരുന്നാലും ഹെയർ സ്റ്റൈൽ കൊള്ളില്ലെങ്കിൽ എല്ലാം പോകും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽസ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ, ഇപ്പോൾ റീൽസിലോ അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ തന്നെ റീൽസിൽ അതുണ്ടാവും. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ അവരുമായിട്ട് കൺവേ ചെയ്തിരിക്കണം. ഓർണമെന്റിന്റെ കാര്യത്തിൽ എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഓർണമെന്റ്സ് ചൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാവൂ. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ടിപ്പ് ഫോർ ക്രിസ്ത്യൻ ബ്രൈഡ്സ്, ബൊക്കെ ഞാൻ വാങ്ങിച്ചത് ആർട്ടിഫിഷ്യൽ ബൊക്കെയായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. ആർട്ടിഫിഷ്യൽ ബൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഫ്രഷ് ഫ്ലവറിനെക്കാളും. ഫ്രഷ് ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഫ്രഷ് ഫ്ലവർ ബൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും നേരം ഇങ്ങനെ ചർച്ചിലൊക്കെ ആ ഫംഗ്ഷന്റെ സമയത്ത് എൻ്റെ ടൈമിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈക്ക് നല്ലപോലെ വേദനയാണ്. കാരണം ചില ബൊക്കെ ഇത് നല്ല വെയിറ്റ് ആണ്. ഫ്ലവേഴ്സ് കൂടുന്നതനുസരിച്ച് അതിന്റെ വെയിറ്റ് കൂടും. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ള ബൊക്കെ അത്രയും നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഡിസ്കംഫർട്ട് ചെയ്യുമല്ലോ. ബെറ്റർ നമ്മൾ പിന്നെ മാത്രമല്ല അത് കുറച്ച് ദൂരത്തോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ ഫ്ലവേഴ്സ് ഒന്നും വാടാതെ നമ്മൾ അതിനെ അത്രയും നന്നായിട്ട് കെയർ ചെയ്യണം ആ വെഡിങ്ങിന്റെ സമയം വരെ. അപ്പൊ അത്രയും നേരമൊക്കെ ആ ഒരു എക്സ്ട്രാ ടെൻഷൻ കൂടെ അതിന്റെ മേലെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ബൊക്കെയാണ് ബുക്ക് ചെയ്തത്. ഫുഡ് വെയർ അതിനെക്കുറിച്ച് പിന്നെ വലുതായിട്ടൊന്നും പറയാനില്ല. നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഹീൽസ് വേണം യൂസ് ചെയ്യാൻ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് വെയർസ് യൂസ് ചെയ്യുവാണെങ്കിൽ സാരീസിന്റെ കൂടെ എനിക്ക് തോന്നുന്നില്ല അത്ര നമുക്ക് കുറച്ച് സാരി മാനേജ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. ചെറിയൊരു ഹീലെങ്കിലും ഇല്ലാതെ നമുക്ക് സാരി എടുക്കുന്ന ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഹീൽസ് ഉള്ളത് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എനിക്കൊന്ന് ഒരു ഫുൾ ഡേ നമ്മൾ നിൽക്കേണ്ടതായിരുന്നു. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസ് നോക്കി തന്നെ ചൂസ് ചെയ്യാം. ഒരുപാട് പൈസ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഓൺലൈനിൽ ശരിക്കും ഇരുന്നൊന്ന് തപ്പിയാൽ അടിപൊളി ഫുഡ് വൈസ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. ഇനി ഗേൾസിന് മാത്രം എക്സ്ക്ലൂസീവ് ടിപ്പാണ്. എനിക്കറിയായിരിക്കും പാൻറ്റി ലൈനർ ആൻഡ് സ്വെറ്റ് പാഡ് ഇത് രണ്ടും നിങ്ങളുടെ പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് വെഡിങ് ഡേയിൽ അത് വളരെ കംഫർട്ട് തരും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തതിൽ ഞാൻ വളരെ കൃതാർത്ഥയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊരു കമന്റ് എങ്കിലും ഇഷ്ടപ്പെട്ട് ഇടുവാണെങ്കിൽ അത്രയും സന്തോഷം. നിർബന്ധിക്കുന്നില്ല, ബട്ട് ഇഷ്ടമാണെങ്കിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. ഇതൊരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഹാപ്പി മാരീഡ് ലൈഫ്.